തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 300 ആണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എ 60, ബി 62, സി 57, ഡി 58. ഈ കണക്ക് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഇവിടെ നമുക്ക് 5 തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് നടുക്കത്തെ സംഖ്യ കിട്ടിയാൽ പിന്നെ കാര്യം എളുപ്പമാണ്. പിന്നെ വലുതും ചെറുതൊക്കെ അതിന് കണക്കൂട്ടാം. നടുക്കിലെ കിട്ടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അതുകൊണ്ട് തന്നെ നടുക്കിലുള്ള സംഖ്യ എങ്ങനെ കിട്ടും? അതിന് നമ്മൾ ശരാശരി കണ്ടാൽ മതി. ശരാശരി കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? അതിന് നടുവിലുള്ള 5 എണ്ണത്തിൽ നടുവിലുള്ള സംഖ്യ കിട്ടും. പിന്നെ വലിയ സംഖ്യ ആയതുകൊണ്ട് അവിടുന്ന് 2 സ്ഥാനം മുകളിലേക്ക് പോകണം. അപ്പൊ നമുക്ക് ഏറ്റവും വലിയ സംഖ്യ കിട്ടും. ചെറുതാണ് അവിടുന്ന് താഴേക്ക് 2 സംഖ്യകൾ എണ്ണിയാൽ മതി. അതായത് വലിയ സംഖ്യകളാണെങ്കിൽ മുകളിലേക്ക് 2 സംഖ്യകൾ എണ്ണുക. താഴെയുള്ള സംഖ്യകൾ ഏറ്റവും ചെറുതാണെങ്കിൽ താഴേക്ക് 2 എണ്ണുക. ഇതാണ് ഒരു എളുപ്പവഴി. അപ്പൊ തീർച്ചയായും നമുക്ക് ഇതിൽ എന്ത് ചെയ്താൽ മതി? ശരാശരി കാണുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമുക്ക് നോക്കാം. ശരാശരി എങ്ങനെ കാണും? തുക ബൈ എണ്ണം. തുക ബൈ എണ്ണം. തുക എത്രയാണ്? 300 എന്നിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. എണ്ണം എത്രയാണ്? 5 എന്ന് തന്നു. 300നെ 5 കൊണ്ട് വെച്ചാൽ എത്ര കിട്ടും? 60 എന്ന് കിട്ടും. ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. 60 ആണെങ്കിൽ നടുവിലുള്ള സംഖ്യ. അതായത് താഴെ നിന്നാണെങ്കിൽ മൂന്നാമത്തെ ആവും, മുകളിൽ നിന്നാണെങ്കിൽ മൂന്നാമത്തെ സംഖ്യ ആയിട്ട് വരും 60. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിൽ ഏറ്റവും വലിയ സംഖ്യയാണ്. ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ 60 മുകളിലേക്കാണ്. എത്ര എണ്ണം? 2 എണ്ണം. അപ്പൊ 2 എണ്ണിയാൽ എങ്ങനെയാവും? 60 കഴിഞ്ഞാൽ 61, 60 കഴിഞ്ഞാൽ 62. അപ്പൊ ഏറ്റവും വലിയ സംഖ്യ 62 എന്നായിരിക്കും. ബി 62. ബി എന്നുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ എത്തും. ഇനി ചെറിയ സംഖ്യയാണ്, ഏറ്റവും ചെറിയ സംഖ്യയാണ് ചോദിച്ചിരുന്നതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 60 കഴിഞ്ഞ് കീഴ്പോട്ട് എണ്ണും. കീഴ്പോട്ട് 2 എണ്ണിയാൽ എന്താ? താഴേക്ക് 2 എണ്ണിയാൽ എന്ത് സംഭവിക്കും? 60 കഴിഞ്ഞാൽ താഴേക്ക് 59, 58. അപ്പൊ ഏറ്റവും ചെറിയ സംഖ്യ 58 എന്ന് പറഞ്ഞാൽ അതിൽ സംഖ്യകൾ എന്തൊക്കെയായിരിക്കും? 58, 59, 60, 61, 62. ഇതാണ് 5 സംഖ്യകളായിട്ട് വരും. ഓക്കെ, ഇതാണ് ഇതിനുള്ള എളുപ്പവഴി. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, നമുക്ക് അടുത്ത കണക്കിലേക്ക് പോകാം. അടുത്ത ചോദ്യം. 36 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ കുറച്ച് വെള്ളം ഉണ്ട്. എത്രയാണെന്ന് പറയുന്നില്ല. കുറച്ച് വെള്ളം, അതെത്രയോ ആവും. 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ, അതിലൂടെ 20 ലിറ്റർ കൂടി ഒഴിച്ചപ്പോൾ 3/4 ഭാഗം നിറഞ്ഞു എന്ന് പറഞ്ഞാൽ ടാങ്കിന്റെ 3/4 ഭാഗമായി. ഇപ്പോഴും ഫുള്ളായിട്ടില്ല, 3/4 ഭാഗമായി. ആകെ 36 പറഞ്ഞിട്ട് അതിന്റെ 3/4 ഭാഗം ആയി. എങ്കിൽ ആദ്യം ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു? ആദ്യം എത്ര ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് ചോദ്യം. ഇതിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താ? ടാങ്കിന്റെ മൊത്തം കപ്പാസിറ്റി അല്ലെങ്കിൽ മൊത്തം കൊള്ളുന്ന വെള്ളം എന്നത് 36 ലിറ്റർ ആണ് പറഞ്ഞിട്ട് കഴിഞ്ഞത്. ഇനി അതിന്റെ 3/4 ഭാഗം എത്രയാണെന്ന് നോക്കിയാൽ പോലെ. 3/4 ഭാഗം എങ്ങനെയാ കാണുക? 3/4 ഭാഗം 36 × 3/4. അതാണ് എളുപ്പവഴി അല്ലെ? വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. 3/4 3/4 നമുക്കറിയാം. 36ന്റെ 3/4. 36ന്റെ 3/4 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 36 ഗുണിക്കണം 3/4. നമുക്കൊന്ന് ഗുണിച്ചു. 36 ഗുണിക്കണം 3/4. നമുക്കറിയാം വെട്ടിച്ചെറുതാക്കാം. 4 36 ഈസി ആയിട്ട് വെട്ടിച്ചെറുതാക്കാവുന്നതേ ഉള്ളൂ.
അല്ലെങ്കിൽ 36 3 കൊണ്ട് ഗുണിച്ച് 4 കൊണ്ട് ഹരിച്ചാലും മതി. എങ്ങനെയായാലും കുഴപ്പമില്ല, നമുക്ക് സൗകര്യം പോലെ ചെയ്യാം. അപ്പൊ 4 36 ഒന്ന് വെട്ടി 4 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 36 ഡിവൈഡ് ചെയ്യുമ്പോൾ 9, 4 36. നമ്മൾ ഗുണനപ്പട്ടികയൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ വളരെ ഈസിയാണ്. നമ്മളത് പഠിച്ചു വെക്കാം. നമുക്ക് കണക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി എന്ത് ചെയ്താൽ മതി? 9 × 3 9 × 3 എത്രയാ? 27 ആണ്. 27 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ആ ടാങ്കിന് 3/4 ഭാഗം നിറഞ്ഞപ്പോ മൊത്തം എത്ര ലിറ്റർ കിട്ടി? 27 ലിറ്റർ ആയി കഴിഞ്ഞു. 27 ലിറ്ററാണ് ഇപ്പൊ ആയി കഴിഞ്ഞത്. അതെപ്പോഴാ? 20 ലിറ്റർ ഒഴിച്ചപ്പോഴാണ്. 20 ലിറ്റർ ഒഴിച്ചപ്പോഴാണ് 27 ആയത്. അപ്പൊ ആദ്യത്തെ ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും അത് 7 ആവും. 7ലൂടെ 20 കൂട്ടുമ്പോഴാണ് 27 ആവുക. അല്ലെങ്കിൽ 27ന് 20 കുറച്ചാൽ 7 ആണ്. ഏത് രീതിയിലും നമുക്ക് ചെയ്യും. ഇപ്പോഴത്തെ 27 ആണ്, ഒഴിച്ചത് കുറച്ചാൽ മതി. 27ന് 20 കുറച്ചാൽ 7. അല്ലെങ്കിൽ 7നോട് കൂടി 20 കൂട്ടിയപ്പോഴാണ് 27 ആയത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ഏതായിരിക്കും? എ ലിറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആയിരിക്കും അതിന്റെ ഉത്തരം. വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാം. ഇതിൽ ഗുണനപ്പട്ടികയും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ്. ഓക്കെ, ഉത്തരം ക്ലിയർ ആയി എന്ന് കരുതുന്നു.